ആ സിന്ധുവാ. ഇത് എവിടെ രണ്ടാൾ കൂടിയിട്ട് ഞങ്ങൾ അക്ഷയയില് പോയിട്ട് വരിക. ഞാനിപ്പോ അക്ഷയയിലേക്ക് പോവാൻ നിൽക്കുകയാണ്. അതെ. ആ അത് പിന്നെ ആ ആയുഷ്മാൻ ഭാരതിന്റെ ഇൻഷുറൻസ് ശരിയാക്കാണ്ട് നമ്മളെ ഇവന്റെ ഒന്ന് ശരിയാക്കാണ്ടായിരുന്നു ആധാർ. അപ്പൊ അതിനു വേണ്ടി പോയതാ. ശരി. എന്താണ് ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് ഇപ്പൊ പഠിക്കണത്? 5 പഠിക്കോ? ആ കൊഴപ്പൊന്നുമില്ല. എന്തൊക്കെയാണ് വേറെ വിശേഷം? സ്കൂളിലേ അല്ലേ? ഇല്ല ഇല്ല ഇല്ല, ഇന്ന് സ്കൂളിൽ ക്രിസ്മസിന് കൂട്ടിയിരിക്കല്ലേ സ്കൂളില്. എന്താണ് അമ്മയുടെയും പെങ്ങളുടെയൊക്കെ വിശേഷം? എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകണ്ട്. പിന്നെ വിളിക്കലില്ലേ? മഹേഷ് വിളിക്കലില്ലേ? ഏട്ടൻ വിളിക്കാറുണ്ട്. അല്ല ഏട്ടൻ വിളിക്കാറില്ലേ? ആ അപ്പൊ കുറച്ച് ദിവസമായി വിളിച്ചിട്ട്. അതെ. ഒരിക്കൽ വിളിച്ചപ്പോ കിട്ടിയില്ല പറഞ്ഞു. അതെ, എന്തെങ്കിലും റേഞ്ച് പ്രോബ്ലം ഉണ്ടായിരിക്കും. ഞാൻ അതിലിടയ്ക്ക് ഒന്ന് അങ്ങോട്ട് വരണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വരണ്ട ഒരു ദിവസം. എപ്പോഴും പറയാറുണ്ട്. അല്ല, നിന്റെ വാട്സപ്പ് നമ്പർ മാറിയിട്ടുണ്ടാ? ഞാനിത് ചെയ്തിട്ടുണ്ട്. ആ നമ്പർ മൊത്തം മാറിയാ? ആ നമ്പർ മൊത്തം ബ്ലോക്ക് ആയി പോയി. അപ്പൊ ഞാൻ മാറ്റിട്ട് വേറെ നമ്പർ ഇട്ടു. ഓൻ പോയ കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ സിമ്മ് മാറ്റില്ലേ. പ്രവാസികളുടെ ഭാര്യമാരുടെ അവസ്ഥയൊക്കെ നമുക്ക് അറിയാം. അയ്യോ അല്ല, അത് ബ്ലോക്ക് ആയി പോയി. അതെന്താന്ന് വെച്ചാൽ എന്റെ വല്യമ്മയുടെ പേരിലുള്ള സിം. മറ്റേ ഞാൻ രാത്രി നോക്കുമ്പോ എപ്പോഴും ഓൺലൈനിൽ ഇങ്ങനെ കാണലുണ്ടേ. ആരേനായിട്ടാണ് ഈ ചാറ്റ്? അപ്പൊ നിനക്ക് രാത്രി ആക്കെ നോക്കലേ പണിയില്ലേ? നമ്മളൊക്കെ നോക്കുമല്ലോ. എന്താ വേറെ വിശേഷം ഒന്നും ഇല്ലല്ലോ? പൈസ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ? എന്താവശ്യം ഉണ്ടെങ്കിലും ചോദിച്ചോട്ടെ. എന്നോട് എപ്പോഴും പറയാറുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ചോട്ടാ. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ. ഞാൻ പറഞ്ഞാൽ മതി എന്ന് പറയാം. ആയിക്കോട്ടെ, കാണാം. ശരി, ഓക്കെ. നോക്കോളെ. ശരി. പിന്നെ എന്റെ നമ്പറിന്ന് ഒരു ഹായ് ഇങ്ങോട്ട് വിടുത്താ, പുതിയ നമ്പറിന്ന്. ആയിക്കോട്ടെ, ഞാൻ വിടാം. ശരി. മഹേഷേട്ടൻ വിളിക്കണ്ടല്ലോ. ഹലോ മഹേഷേട്ടാ. പറ. ഉറങ്ങി. സുഖമായിട്ടിരിക്കണം. എന്താ നേരം വൈകി വിളിക്കാന്? എന്താ? അല്ല, ക്ഷീണം പറഞ്ഞു. എന്താ? എന്തായാലും പോയൊന്ന് ചെക്ക് ചെയ്യട്ടാ. നിങ്ങളാ സുകുമാരേട്ടന്റെ കാര്യം അറിയാലോ, പെട്ടെന്നിരുന്നു. അപ്പൊ ആ സുകുമാരിയുടെ അവസ്ഥ എന്ത് പറയാനാ? അവസ്ഥ കെട്ടിയോ മരിച്ച പെണ്ണിന്റെ അവസ്ഥ പ്രത്യേകിച്ച് പറയണ്ടോ? പാവം, എല്ലാം കഴിഞ്ഞില്ലേ. പിന്നെ ഞാനിന്ന് നമ്മുടെ സന്തോഷേട്ടല്ലേ, സന്തോഷേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാന് കുട്ടീനെയും കൊണ്ട് ആധാർ ശരിയാക്കി പോയി തിരിച്ചു വരുമ്പോഴാ കണ്ടേ. വാടകയൊന്നും ചോദിച്ചില്ല, ജസ്റ്റ് ഒന്ന് സംസാരിച്ചു. അല്ല, നിങ്ങളെ വിവരങ്ങളൊക്കെ ചോദിച്ചു, അങ്ങനെയൊക്കെ തന്നെ. പിന്നെ നമ്പർ മാറിയെന്ന് പറഞ്ഞിട്ട് നമ്പറിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. അപ്പൊ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു ഹായ് വിട്ടു. എന്റെ പുതിയ നമ്പർ പുള്ളി എടുത്തില്ല അത്ര. പുള്ളി പറയണേ, കെട്ടിയോന്മാര് ഗൾഫിലുണ്ടാകുമ്പോ പെണ്ണുങ്ങൾ ഇങ്ങനെ നമ്പർ മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നല്ലാന്ന്. കഴിക്കാൻ മറക്കണ്ട കേട്ടാ, ആരോഗ്യം ശ്രദ്ധിക്കണേ. അല്ല, നിങ്ങൾ എന്താ രാവിലെ ഒന്ന് വിളിക്കാഞ്ഞ്? ആരോ ബെല്ലടിക്കണ്ടേട്ടാ. ശരി, ഓക്കെ. അവൻ കിടന്നു, അവന് കിടന്നിട്ടുണ്ട്. എന്നാ ശരി, ഞാൻ വിളിക്കാം. അടിച്ചോണ്ട് സന്തോഷേട്ടനോ? അല്ല, എന്താ ഈ നേരത്തെ? എന്താടോ, ഞാൻ എത്ര നേരമായി വിളിക്കണ്?
ആണോ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഭയങ്കര ബിസിയാണല്ലോ. ആ മഹേഷേട്ടൻ വിളിച്ചോണ്ടിരിക്കായിരുന്നേ. മഹേഷ് ഏട്ടൻ വിളിക്കണ് ഈ അല്ലാണ്ട് പിന്നെ നേരത്താ. ആര് വിളിക്കാനാ ഈ നേരത്ത്? മഹേഷേട്ടൻ വിളിക്കായിരുന്നു. അവന്റെ പുള്ളിന്ന് നേരം വൈകി. ഓന്റെ ഡ്യൂട്ടി ഒന്നും ഈ നേരത്ത് കഴിഞ്ഞില്ല. മഹേഷ് ഏട്ടൻ തന്നെയാണോ? അതെ അതെ മഹേഷേട്ടൻ അല്ലാണ്ട് നമ്മളായിട്ട് ആര് വർത്താനം പറയാനാ? ഉം. പുള്ളി വിളിച്ചുകൊണ്ടിരിക്കായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ടായിരുന്നേ. ഉം. അപ്പൊ അത് പറഞ്ഞോണ്ടിരിക്കായിരുന്നു. ആയിക്കോട്ടെ. എന്താ ഇപ്പൊ ഈ വഴിയൊക്കെ ഈ നേരത്ത്? ഞാനൊന്നല്ല, വാസുവേട്ടന്റെ അവിടെ പോയതാണ്. ആ അപ്പൊ ഒന്ന് അന്നെ ഒന്ന് കാണാൻ തോന്നി. അത് ശരി. അതുകൊണ്ട് പോന്നതാണ്. ഉം. എന്താണ് മക്കളൊക്കെ ഉറങ്ങിയാ? ആ ഉറങ്ങി. ആ, കുട്ടി ഉറങ്ങി. ഭക്ഷണമൊക്കെ കഴിച്ച്. ആ ഞങ്ങളൊരു 7:30 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഭക്ഷണം കഴിക്കും. ഏട്ടനൊന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പൊ ഭക്ഷണം കഴിക്കും. പിന്നെ വേറെന്തൊക്കെയാ വിശേഷം? കുഴപ്പമൊന്നുമില്ല. ഞാൻ വാട്സപ്പിൽ എത്ര മെസ്സേജ് അയച്ചെന്ന് അറിഞ്ഞാ? ആണോ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതല്ലടോ, നമ്മളൊക്കെ അന്യരല്ലേ, നമ്മൾക്ക് മെസ്സേജിന് മറുപടി ഒന്നും തരൂലല്ലോ. അങ്ങനെയൊന്നല്ലെന്നോ, ഞാൻ മറന്നുപോയതാ. ഫുൾ ടൈം ഈ ഓൺലൈനിൽ പച്ചലൈറ്റും കത്തിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്തെങ്കിലും ഏട്ടന് എപ്പോഴെങ്കിലും മെസ്സേജ് ഇങ്ങനെ അയക്കുമ്പോ ഒന്ന് വാട്സപ്പിൽ പോവാറുള്ളൂ. അല്ല, ഈ പുലർച്ചെ 2:30 മണിക്കൊക്കെ ഓൺലൈനിൽ ഉണ്ടാവുണ്ടല്ലോ, എന്താ കാര്യം? ഞാനോ? പിന്നെ ആര്? ഞാനാ? പുലർച്ചെ ചില ദിവസങ്ങളിൽ ഏട്ടനെ 1 മണി വരെയൊക്കെ വിളിക്കും. അല്ലാണ്ട് 1 മണി വരെയൊക്കെ നിങ്ങൾ വിളിച്ചു പറയാൻ മാത്രം എത്ര പുതുമ എന്താ? 10-12 കൊല്ലായാലും നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇനിയും പുതുമ മാറി? പ്രവാസിയല്ലേ, അപ്പൊ പിന്നെ സംസാരിക്കാണ്ടിരിക്കോ? നിങ്ങള് പ്രവാസികള് എപ്പോഴെങ്കിലൊക്കെ അല്ലേ പൂക്കൊള്ളൂല്ലേ? വർഷത്തിലൊരിക്കൽ 2 കൊല്ലം കൂടുമ്പോ ഒക്കെ. എങ്ങനെ ഇതിങ്ങനെ സഹിച്ചു നിക്കണത്? പ്രവാസികളുടെ ഭാര്യമാരുടെ വേദന അല്ലെങ്കിൽ പ്രവാസിയുടെ വേദനയൊന്നും നാട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് പ്രവാസിയുടെ വേദനയൊക്കെ നമുക്ക് അറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കണമെന്ന് വരുന്നതൊക്കെ. എന്താണ്ടോ ഒരു മൈൻഡ് ചെയ്യാത്ത കാര്യത്തില്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട്. എന്ത് ശ്രദ്ധിച്ചില്ലാന്ന്? ഒരാളൊരു മെസ്സേജ് അയക്കുമ്പോ ഒരു കാര്യം നമുക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നല്ല. ഒന്നുമില്ലെങ്കിൽ നമ്മളെ വീട്ടിലോട് നിങ്ങള് വാടകയ്ക്ക് താമസിക്കുന്നത് 5-6 മാസം വാടക ഉണ്ട്. ഞാൻ ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ? അതില്ല, ഞാൻ ഏട്ടനോട് പറഞ്ഞു. അല്ല, വാടകയൊന്നും തരണ്ട. വാടകയൊന്നും തന്നില്ലെങ്കിൽ ഈ ഒന്ന് എന്താ ചേട്ടൻ ചെല്ല്, പകല് വാ. ഇതൊക്കെ ഒരു രസല്ലേ? ചേട്ടൻ ചെല്ല്, ഇപ്പൊ ചെല്ല്, പകല് വാ. പകല് വന്നാ നടക്കും? പകലിവിടെ സന്തോഷേട്ടാ, ഞാൻ മാന്യതയോടെ പറഞ്ഞു. കാര്യം ഞാൻ നിങ്ങളുടെ വീട്ടിലായിരിക്കും താമസിക്കേണ്ടത്. പക്ഷെ ഇത് മോശം. അതൊന്നും ആരും നോക്കണ്ട. അതൊന്നും നോക്കണ്ട. എന്റെ വീട്ടിലാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വീട്ടിലാണോ, അതൊന്നും നോക്കണ്ട. അതൊന്നൊരു പ്രശ്നേ അല്ല. ഞാൻ എല്ലാത്തിനും ഓക്കെയാണ്. ഈ ഒന്നും ആരും അറിയാതെ ഒന്ന് സഹകരിച്ചാ മതി. ഇവിടെ ആരും അറിയാൻ പോണില്ല. നിനക്ക് കുടുംബം കൂട്ടൊന്നുമില്ലേ? നിനക്ക് ഭാര്യയില്ലേ? എന്ത് തോന്നിയാസൊക്കെ വിളിച്ചു പറഞ്ഞത്? ഇതൊരു തോന്നിയാസ? ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതൊക്കെ തന്നെയാണ്. പ്രവാസികളുടെ ഭാര്യമാരുടെ കാര്യമൊക്കെ നമുക്ക് അറിയാം. അവർക്ക് എന്തായാലും ഒരു ആഗ്രഹം ഉള്ളിൽ ഉണ്ടാവുമല്ലോ. 1 കൊല്ലം 2 കൊല്ലം കൂടുമ്പോഴല്ലേ ഭർത്താക്കന്മാര് നാട്ടിൽ വരിക. നിങ്ങൾ പ്രവാസികളുടെ ഭാര്യമാരെ കാര്യം വിട്ടേക്കും. അത് ഞങ്ങളായി, ഞങ്ങളുടെ പാടായി, ഞങ്ങള് കെട്ടിയന്മാരായി. പിന്നെ നമ്മളറിയാത്ത പ്രവാസികളുടെ ഭാര്യമാരെ ഈ എന്തിനിങ്ങനെ പിണങ്ങണ്? ഇതൊക്കെ ഒരു രസല്ലേ? സന്തോഷേട്ടാ, ഞാൻ നിങ്ങളോട് അടിച്ചിറക്കാട്ടത്. ഈ അങ്ങനെയൊന്നും പറയല്ലേ. ഇതൊരൊറ്റ തവണ ഇത് ആരും അറിയൊന്നുമില്ല. ആരും അറിയില്ല. ഇതാരും അറിയാൻ പോണില്ല. ഈ ഒന്ന് സഹകരിച്ചാ പോലെ. ഇത് പാരവിടെ ആരാ അറിയുന്നു? മഹേഷ് അറിയില്ല. ഈ പറയാതിരുന്നാ മതി. എന്റെ വീട്ടിൽ ഞാൻ ആരോടും പറയില്ല. എന്റെ സുഹൃത്തുക്കളും ആരും അറിയുന്നില്ല. എല്ലാ ആണുങ്ങളെ പോലെയും ഞാൻ നാട് മുഴുവൻ നടന്ന് പറയുന്ന ആളൊന്നുമല്ല. സന്തോഷേട്ടാ, നിർത്ത്. നിങ്ങളെ കുറിച്ച് എന്റെ ഭർത്താവിന്റെ അടുത്ത് എന്താ ചിത്രം നിങ്ങൾക്ക് വലുതും അറിയോ? എന്റെ ഭർത്താവ് എനിക്ക് അയച്ച മെസ്സേജ് അതൊന്ന് കേട്ടു. അതൊന്നും കേൾക്കണ്ട. ഇതാണ് പറ്റിയതൊന്നും. അത് നിങ്ങൾ കേട്ട് നോക്കണം. അപ്പൊ പിന്നെ നിങ്ങൾ ഈ വർത്താനം പറഞ്ഞു വരില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്ക്, എന്റെ കെട്ടിയോൻ എന്താ നിങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്നുള്ളത്. എന്താ പറഞ്ഞു എന്നെ പറ്റിയിട്ട്? കേട്ടോക്ക്. അതുകൊണ്ട് നീ പേടിക്കണ്ട കേട്ടാ. സന്തോഷ് സംഭവം ശരിയാണ്. 6 മാസത്തെ വാടക കൊടുക്കാനുണ്ട്. അത് വെച്ചിട്ടിപ്പോ നമ്മൾ ഇറക്കി വിടൊന്നുമില്ല. ഞങ്ങളൊരു ഫ്ലൈറ്റിലുണ്ട്. ഉറങ്ങിയ ആളുകളാ, അങ്ങനെ വളർന്ന ആളുകളെ ഞങ്ങള്. അതിന്റെ പേരില് അവനൊരിക്കലും നമ്മളെ ഇറക്കി വിടാനൊന്നും പോകണ്ടോ. നീ പേടിക്കണ്ട കേട്ടാ. അതെന്തായാലും ഞാൻ വിളിക്കാം. എനിക്ക് സമയം കിട്ടാത്തതിന്റെ പേരില ഞാൻ വിളിച്ചോണ്ട അവനക്ക് കേട്ടാ. എന്തെങ്കിലും ഈ ഒറ്റക്കാണ് താമസിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവനെ മാത്രം വിളിച്ചാൽ മതി. വേറെ ആരും വിളിക്കാൻ നിൽക്കണ്ട.
അപ്പൊ അത് അവനെ കറുത്ത് നോക്കും. അത് അവന്റെ കൂട്ടുകാരന്റെ ഭാര്യ നീ. അപ്പൊ അവന്റെ പെങ്ങളെ സ്ഥാനം നിൽക്കുന്നുണ്ടാവുള്ളൂ. പെങ്ങളെ പോലെ നോക്കും. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവനെ വിളിച്ചാൽ മതി, വേറെ ആരും വിളിക്കണ്ട. മറ്റാരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അതൊക്കെ പുറത്തറിയും. ഗൾഫേറിന്റെ ഭാര്യയുണ്ടോ. ഇവിടുത്തെ അവസ്ഥ നമുക്കെല്ലാം അറിയുള്ളൂ. അപ്പൊ എല്ലാരും ധാരണ ഒരുപാട് പൈസ ഉണ്ടെന്നാ. അവനാകുമ്പോ അത് ആരും അറിയില്ല, അറിയണ്ടായി കൂടുന്നു തരും കേട്ടാ. ഓക്കെ, ഞാൻ ഡ്യൂട്ടിയിലാണ്, ഞാൻ വിളിക്കാം. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ എന്റെ ഏട്ടന്റെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം എന്താണെന്നുള്ളത്? നിങ്ങൾ എന്താ വിചാരിച്ചേ ഞങ്ങള് പ്രവാസികളുടെ ഭാര്യമാര് ഇതിന് ക്ഷാമം മുട്ടി നടക്കണെന്നോ? ഞങ്ങക്ക് എല്ലാത്തിനുപരി ഞങ്ങളുടെ കെട്ടിയന്മാരാ ഞങ്ങൾക്ക് വേണ്ടിയാ. സോറി സോറി, ഉണ്ടാവില്ല നിങ്ങൾ ഉണ്ടാവില്ല മിണ്ടരുത്. പ്ലീസ് പ്ലീസ് പറഞ്ഞിട്ട് എന്നെ വിഷമിപ്പിക്കല്ലേ, ഞാൻ അറിഞ്ഞില്ല, സോറി സോറി. ഒന്നുകൂടി കേട്ടോ, ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടായിരിക്കാം ഇതുപോലെ ചെയ്യുന്നത്. പക്ഷെ എല്ലാ പ്രവാസികളുടെ ഭാര്യമാരും ഇതുപോലെയല്ല. ഞങ്ങൾ ഞങ്ങളുടെ കെട്ടിയവനെ മറന്ന് കളിക്കുന്നവരല്ല. അത് എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ സോറി, എൻ്റെ അടുത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് മദ്യപിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ അറിയാതെ പറ്റിപ്പോയതാണ്. ഇനി അങ്ങനെ വരില്ല, ഈ ആരോടും പറയരുത് പ്ലീസ്. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല പ്ലീസ്. ശരി ശരി, ഞാൻ ഇനി വരില്ല.